ലണ്ടൻ സിറ്റി ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഇങ്ങനെ കാണുന്നത്. എന്നാൽ തേംസ് റിവറിലൂടെയുള്ള ഈ ഒരു വ്യൂവോ ഇത് അതിനേക്കാളും സൂപ്പർ. എന്നാൽ ഈ ഹിൽ ടോപ്പിലുള്ള വ്യൂവോ അതും അതിനേക്കാൾ അടിപൊളി. ഇതെല്ലാം ഞങ്ങൾ കണ്ടു കേട്ടോ, അതും ഒറ്റ ദിവസം. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ഡ്രൈവറില്ലാത്ത ഈ ട്രെയിൻ യാത്ര. ഓഫ് കോഴ്സ് സമ്മറിൽ ഒഴിവാക്കാൻ പറ്റാത്ത പിക്നിക് ലഞ്ചും ഞങ്ങൾക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലണ്ടൻകാർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ ലണ്ടൻ ട്രെയിൻ യാത്രകളും. അത് മെട്രോ ആണെങ്കിലും ജൂബിലി ലൈൻ ആണെങ്കിലും അണ്ടർഗ്രൗണ്ട് ആണെങ്കിലും ഒരുപാട് അതും. ഇതാണ് കേട്ടോ ലണ്ടനിലെ IFS കേബിൾ കാർ. നമ്മളിവിടെ ലണ്ടനിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും കാണേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഈ ലണ്ടൻ കേബിൾ കാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലണ്ടൻ കേബിൾ കാറിൽ ഞങ്ങൾ എങ്ങനെയാണ് വന്നതെന്നും ഏത് റൂട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കേബിൾ കാർ കയറിയതെന്നും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാം കേട്ടോ. ഈ കേബിൾ കാറിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് ഇവിടെ നിന്നാണ് കേട്ടോ. ഈ ഒരു സ്ഥലമാണ് IFS ക്ലൗഡ് റോയൽ ഡോക്ക്. അങ്ങനെ ഞങ്ങളിവിടെ ബസ് വന്നിറങ്ങി. ആ ബസ്സിൽ വന്നിറങ്ങിയിട്ട് നമ്മളിതിൻ്റെ അടുത്തുള്ള ഈ ഒരു ക്ലൗഡിൻ്റെ എൻട്രൻസിലേക്ക് പോവാണ്. അപ്പോൾ ഇത് അവിടെ കുറേ പിക്ചേഴ്സും നല്ല അത്യാവശ്യം വെയിലും അതുപോലെ തന്നെ ലൈനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയായി. നമുക്ക് അവിടെ ഇങ്ങനെ കേബിൾ കാറുകൾ പോകുന്നത് കാണാം. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ലല്ലു ബേബിക്ക് ചൂച്ചു മുള്ളാൻ തോന്നി. അങ്ങനെ ലല്ലു ബേബിനെയും കൊണ്ട് ആൻഡോ അതിന് പോയി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് ഇതിലേക്ക് കയറുകയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഞാൻ പണ്ട് മലമ്പുഴയിൽ കയറിയിട്ടുള്ള IFS കേബിൾ കാറിൻ്റെ ഓർമ്മ വന്നു. അതുപോലെ തന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് നമ്മളതിൽ കയറണം. പക്ഷെ അത് സ്ലോ ആണ്, നമുക്ക് കയറാനുള്ള സമയം ഉണ്ടായിരിക്കും. ഇപ്പോൾ തിരക്ക് കുറവായതുകൊണ്ട് നമുക്ക് ഓരോ ഫാമിലീസിന് ഓരോ കേബിൾ കാറിൽ കയറാം. ഇനി ഇൻ കേസ് ഭയങ്കര തിരക്കാണെങ്കിൽ ചിലപ്പോൾ അവർ കൂടുതൽ ആൾക്കാരേനെയും ഒരേ ക്യാബിനിൽ തന്നെ കയറ്റും. എന്തായാലും ഞങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു കേബിൾ കാർ തന്നെ കിട്ടി. അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് കയറുകയാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരും. അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ കയറിയിട്ട് എല്ലാവർക്കും സീറ്റ് കിട്ടി. എനിക്ക് ഭയങ്കര പേടിയാട്ടോ, ഹൈറ്റ് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ കയറിയിട്ട് അതിനകത്ത് ഇരുന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇതെന്താ ഡോർ അടയാത്ത, ഈ ബാക്കിയുള്ളവരുടെയൊക്കെ ഡോർ അടഞ്ഞു, നമ്മുടെ ഡോർ എന്താ അടയാണ്ട്. ഞാൻ പേടിക്കുന്നത് ഇനി ഡോർ എങ്ങാനും അടയാണ്ട് പോകുമെന്നായിരുന്നു. പക്ഷെ അതിങ്ങനെ കുറച്ച് നേരം മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ആ സൈഡിലത്തെ ഡോറും അടഞ്ഞു കേട്ടോ. ഞങ്ങളുടെ കേബിൾ കാറിൻ്റെ ഡോറും അടഞ്ഞു. എനിക്ക് തോന്നുന്നു മലമ്പുഴയിൽ ഇങ്ങനെ ഡോറോ എനിക്കൊന്ന് താഴെ തന്നെ ഓപ്പൺ ആണെന്ന് തോന്നുന്നു അവിടുത്തെ കേബിൾ കാറിനെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഞാൻ ഇപ്പം അടുത്തൊന്നും പോയിട്ടില്ല, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് പോയിരിക്കണേ. ഇത് പക്ഷേ ഫുള്ളി കവേർഡാണ്, രണ്ട് സൈഡിലും കവറാണ്, താഴെയും കവേർഡാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ഇതിനകത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കയറാൻ തുടങ്ങുമ്പോൾ അതിങ്ങനെ ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ മുകളിലേക്ക് കയറുകയാണ് കേട്ടോ. അങ്ങനെ കയറിയിട്ട് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് പോവും, പിന്നെ വീണ്ടും ഇങ്ങനെ താഴേക്ക് ഇറങ്ങും. അങ്ങനെയാണ് കേട്ടോ ഈ കേബിൾ കാറിൻ്റെ ഒരു ഇത് പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കയറുന്ന സമയത്ത് എൻ്റെ കർത്താവ് എല്ലാ ദൈവങ്ങളെയും വിളിച്ചു. പക്ഷേ ഒന്നും അങ്ങനെ എന്തായാലും അപകടമൊന്നും സംഭവിക്കില്ലല്ലോ എന്നുള്ളൊരു ധൈര്യം ഉള്ളതുകൊണ്ട് പേടിക്കാണ്ടിരുന്നു. അങ്ങനെ നമ്മൾ അതിനകത്ത് പോവുകയാണ്. ഈ കേബിൾ കാറിൻ്റെ ടിക്കറ്റ്സ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു കേട്ടോ. ആൻറ്റോ ആണ് ബുക്ക് ചെയ്തത്. നമ്മൾ ഇൻഡിവിജ്വലിയും അതുപോലെ എല്ലാവർക്കും നമ്മൾ പേ ചെയ്യണം സെപ്പറേറ്റ്. അങ്ങനെ പേ ഒക്കെ ചെയ്തു. ഞങ്ങൾ സിംഗിൾ സൈഡ് എടുത്തിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇറങ്ങണം. അതല്ലെങ്കിൽ നമുക്ക് ഡബിൾ സൈഡ് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ ചുറ്റി കറങ്ങിയതിന് ശേഷം പിന്നീട് വന്നിട്ട് തിരിച്ച് കയറിയാലും മതി. അപ്പോൾ തന്നെ തിരിച്ച് വരണമെന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും സിംഗിൾ സൈഡ് എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ലണ്ടൻ സിറ്റി കാണാം. മീൻസ് ഇങ്ങനത്തെ ഒരു വ്യൂ നമ്മൾ ലണ്ടനിൽ ആദ്യമായിട്ട് കാണുകയാണ് ഇത്രയും മുകളിൽ. അപ്പോൾ ഒരുപാട് ബിൽഡിങ്സും ഒരു പച്ചപ്പയും ഹരിതാഭയും ഇല്ല, ഫുൾ ബിൽഡിങ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ.
പിന്നെ സമയം ഏകദേശം ഒരു 6 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സമ്മർ ആയതുകൊണ്ട് സൂര്യൻ അസ്തമിക്കാറായിട്ടൊന്നുമില്ല. അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മറ്റേ കേബിൾ കാറിലുള്ളവർക്ക് നമുക്ക് ടാറ്റ കൊടുക്കാനൊക്കെ പറ്റും. അവരും നമുക്കും തരുന്നുണ്ട്, ടാറ്റയൊക്കെ തരുന്നുണ്ട്. അങ്ങനെ താഴെ നോക്കുമ്പോൾ നമ്മുടെ ഈ തേംസ് റിവറിലെ ബോട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത് കണ്ടു. എനിവേ എല്ലാവർക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. 5-6 മിനിറ്റൊക്കെ വേഗം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ തിരിച്ചിറങ്ങിയപ്പോൾ നേരത്തെ പോലെ തന്നെ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് ചെയ്യുക കേട്ടോ. ഡോറ് തുറന്നിട്ട് നമ്മൾ ഇറങ്ങുകയാണ് ചെയ്യുക. അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്ത് വീഡിയോ എടുത്തില്ല, വേറെ ആൾക്കാർ ഇറങ്ങണതിൻ്റെ വീഡിയോ എടുത്തതായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാനായിട്ട് ലിഫ്റ്റും ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇത് നമ്മൾ താഴെ ചെന്നിട്ട് കേബിൾ കാർ ഒന്നുകൂടി ഇങ്ങനെ നോക്കി ആസ്വദിക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതേ കുറേ കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് ഫോട്ടോ ബൂത്തുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സർക്കസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഏരിയാസ് പിള്ളേർക്ക് പിന്നെ എന്ത് കണ്ടാലും ഫോട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണല്ലോ. അതായിരുന്നു ഞങ്ങളുടെ IFS കേബിൾ കാർ എക്സ്പീരിയൻസ്. കേബിൾ കാർ കയറാനായിട്ട് ഞങ്ങൾ ബസ് കയറിയിട്ട് വന്നതെന്ന് പറഞ്ഞില്ലേ, ഈ സ്ഥലത്ത് നിന്നാണ് കേട്ടോ ഞങ്ങൾ ബസ് കയറിയത്. ഭയങ്കര തിരക്കായിരുന്നു. 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ബസ് കിട്ടിയത്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഞങ്ങളിതേ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് ഊബർ ബോട്ടിൽ നിന്നാണ് കേട്ടോ. ഊബർ ബോട്ടിൻ്റെ കഥ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പോൾ നമ്മളിതേ ഊബർ ബോട്ടിലൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. ഏകദേശം 20 മിനിറ്റ് ഇവിടെ നിന്ന് നടക്കണം കേട്ടോ. അങ്ങനെ നടന്നു കഴിഞ്ഞാലാണ് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുക. നല്ല നിറ്റഡ് ആയിട്ടുള്ള ടോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഫോട്ടോ എടുക്കുന്നത് അലൗഡ് ആയിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ അങ്ങനെ നടന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു പിക്നിക് സ്പോട്ടാണ്. ഒരുപാട് പേര് അവിടെ പായൊക്കെ വിരിച്ച് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്രൗഡായ സ്ഥലമാണെങ്കിലും ആരും മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നമ്മളും ഒരു കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു സ്ഥലത്ത് നമ്മുടെ മാറ്റൊക്കെ വിരിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഇനി ഈ ഫുഡൊക്കെ നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് അറിയണ്ടേ? വാ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് രാവിലെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയൊക്കെ ആയി നമ്മുടെ സമ്മർ തൊപ്പിയൊക്കെ വെച്ച് എല്ലാവരും ഗ്ലാസ്സസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങണേ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് എവിടേക്കാണ്? മോറിസൺ. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് മോറിസൺ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പിക്നിക്കിന് പോകുമ്പോൾ മോറിസണിലോ അല്ലെങ്കിൽ ലിഡിലോ കയറിയിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോവാറ്. അങ്ങനെ നമ്മൾ മോറിസണിൽ കയറി അവിടുത്തെ മീൽ ഡീലിൽ നിന്നാണ് കേട്ടോ നമ്മൾ സാധനങ്ങൾ എടുത്തത്. അങ്ങനെ മീൽ ഡീലിൽ പോയിട്ട് അല്ലുവിനും ആദിക്കും സാൻഡ്വിച്ചും, ലല്ലു ബേബിക്ക് ജ്യൂസ് അവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ജ്യൂസ്. അവൻ ആരോ കൈവിഷം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ജ്യൂസുകളിൽ. അങ്ങനെ അവൻ അതൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അവിടുത്തെ മീൽ ഡീലിൽ തന്നെ നമുക്ക് നൂഡിൽസിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. നൂഡിൽസ് അല്ലെങ്കിൽ പാസ്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവരിതേ ഇവിടെ എഗ് നൂഡിൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് നൂഡിൽസ് അല്ലെങ്കിൽ പാസ്ത പിന്നെ ബേക്കഡ് പൊട്ടാറ്റോ, എഗ്ഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലത്തെ മീഡിയം സൈസായിട്ടുള്ള നൂഡിൽസ് ഈ ബോക്സാണ് മീൽ ഡീലിൽ ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ ഞാനൊരു മീഡിയം സൈസ് ബോക്സ് എടുത്തിട്ട് എല്ലാ ഫുഡ് ഐറ്റംസും മാക്സിമം കൊള്ളാവുന്ന അത്രയിൽ കുത്തി നിറയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ നിറച്ചിട്ട് നമ്മൾ ഇത് എടുത്തത്. പിന്നെ ബ്രെഡ് വാങ്ങിച്ചു, പിന്നെ സ്പ്രെഡ് ഉണ്ടായിരുന്നത് വാങ്ങിച്ചു, ചീസിൻ്റെ സ്ലൈസ് വാങ്ങിച്ചു, പിന്നെ അതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള ഹാം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിരുന്നു. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അങ്ങനെ നമ്മൾ മോറിസണിൽ വാങ്ങിച്ച ഫുഡാണ് കേട്ടോ കഴിക്കുന്നത്. ഇവർ തന്നെ സെലക്ട് ചെയ്ത ഫുഡായതുകൊണ്ട് അവർ ഹാപ്പി ആയിട്ട് കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പിക്നിക് ബാഗും പിന്നെ കുറച്ച് ചിപ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും ഒക്കെ കൂടി കഴിച്ച് അടിച്ച് പൊളിച്ചിരിക്കുകയാണ് കേട്ടോ. ഷെയറിങ് ഈസ് കെയറിങ് എന്നാണല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്തപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടാത്ത സാധനങ്ങൾ ഇപ്പോൾ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കേട്ടോ. അവിടെ പോലീസുകാർ റോന്ത് ചുറ്റുന്നുണ്ട് കേട്ടോ, അതും മറ്റേ കുതിരപ്പുറത്ത്. അത് അടിപൊളിയായിട്ടോ.
അങ്ങനെ നമ്മൾ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടു. അപ്പോഴേക്കും ആദ്യം മോൾക്ക് ചുറ്റുമുള്ളാന്ന് തോന്നി. അങ്ങനെ നമ്മൾ അവിടെയുള്ള ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റിയിലേക്ക് പോയി. അത് ആക്ച്വലി നമുക്ക് കയറാൻ പറ്റില്ലായിരുന്നു. അവിടെ ഒരു എക്സിബിഷൻ, ഈ ഒരു ജെർക്കിങ് കണ്ടു. അത് ഞാൻ ശരിക്കും ഒരു കുഴിയിൽ വീണേനെ. വീഡിയോ എടുത്ത് നടന്നിട്ട് അവിടെ ഒരു ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു. ആ കുഴി ഞാൻ കണ്ടില്ല, അതിൽ വീണേനെ. ഭാഗ്യത്തിന് കമന്നടിച്ച് വീണില്ല, അങ്ങനെയാണെങ്കിൽ നാണം കെട്ടേനെ. അങ്ങനെ നമ്മൾ റിവറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്നു. ഇനി നമുക്ക് തിരിച്ചു പോകണം കേട്ടോ, നമ്മുടെ 20 മിനിറ്റ് നടക്കേണ്ട ദൂരത്തേക്ക്. അവിടേക്ക് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എൻ്റെ കാലിൻ്റെ വേദന അത്യാവശ്യമായി ഇപ്പം തന്നെ. എനിവേ, എൻജോയ്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ വഴിയിലൊക്കെ ഒരുപാട് ഇങ്ങനെ തട്ടുകടകൾ പോലെ ഉണ്ട് കേട്ടോ. അത് ഐസ്ക്രീമും അതുപോലെ ബാർബിക്യൂ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് വിൽക്കണേ. നമ്മളെന്തായാലും ഫുഡ് കഴിച്ച കാരണം അതിലേക്കൊന്നും നോക്കിയില്ല. നമ്മളിങ്ങനെ നേരെ നടക്കുകയാണ്. അപ്പോൾ അവിടെ അടിപൊളി ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നതൊക്കെ ഗ്രീനിച്ച് യൂണിവേഴ്സിറ്റിയുടെ ഓരോ ഓഫീസുകളാണ് കേട്ടോ. യൂണിവേഴ്സിറ്റി സെൻറ്ററും കോൺഫറൻസ് ഹാളും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മളതിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ കുറേ കഫേകളും പബ്ബ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക്. തൃശ്ശൂർ പൂരമാണ് കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ പോകുന്നത്. തൃശ്ശൂർക്കാരിയാണെങ്കിൽ ഞാൻ ഇന്നേ വരെ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് പോയിട്ടില്ല. പക്ഷേ അതിൻ്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ തൃശ്ശൂർ റൗണ്ടിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ തിരക്കില്ല, അതുപോലത്തെ തിരക്കായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഗ്രീനിച്ചിൻ്റെ ഈ ഒരു പാർക്കിലേക്ക് കയറുകയാണ് കേട്ടോ. ഇതിനകത്ത് കയറിയിട്ട് പിന്നെയും കുറേ നടക്കാനുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കി ഭയങ്കര കൺഫ്യൂഷനായി. എവിടെയാണ് ഈ ഗ്രീനിച്ചിൻ്റെ ഈ ലൈൻ, എവിടെയാണ് അത് കാണാനാണല്ലോ നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു. മലയായിട്ടൊരു മല കയറുന്ന പോലെയായിരുന്നു, ഒരു കുന്ന് പോലത്തെ സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ മലയൊക്കെ കയറിയിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് എത്താൻ നോക്കുന്നത്. അങ്ങനെ കയറുമ്പോൾ നമുക്കിതേ നമ്മുടെ ലണ്ടൻ സിറ്റിയുടെ വ്യൂ ഒക്കെ വീണ്ടും കാണാൻ പറ്റും. നല്ല വ്യൂ ആയിരുന്നു. അവസാനം നമ്മളിത് എവിടെ എത്തിയിട്ടോ, ഇതാണ് ഗ്രീനിച്ച് ലൈൻ. അതായത് ഭൂമിനെ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ആയിട്ടും വെസ്റ്റേൺ ഹെമിസ്ഫിയർ ആയിട്ടും ഡിവൈഡ് ചെയ്യുന്ന ലൈൻ പോകുന്ന ഒരു സംഭവമാണിത്. നമ്മൾ സ്കൂളിലൊക്കെ ഗ്രീൻവിച്ച് ലൈൻ എന്ന് പഠിച്ചിട്ടില്ലേ? പക്ഷേ ഗ്രീൻവിച്ച് എന്നല്ല, ഗ്രെനച്ച് എന്നാണിത് പറയാന്നുള്ളത് ഞാൻ ഇപ്പം അടുത്താണ് കേട്ടോ അറിഞ്ഞത്. അങ്ങനെ ഗ്രെനച്ച് ലൈൻ കാണാനായിട്ട് നമ്മളെത്തി. ഈ ഒരു ലൈൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അതിൻ്റെ ചുറ്റോടും ഇങ്ങനെ നടന്നു കേട്ടോ. പക്ഷേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇത് തന്നെയായിരുന്നു സംഭവം. അങ്ങനെ നമ്മൾ അവിടെ വന്ന് നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഒരുപാട് ഹാപ്പിയായി. ഭൂമിയുടെ അപ്പുറം ഇപ്പുറമുള്ള ഒരു മിഡിൽ ലൈനിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഗ്രെനച്ച് ലൈൻ കഴിഞ്ഞ് വരുമ്പോഴാണ് കേട്ടോ ഈ ഒരു ക്ലോക്ക് കണ്ടത്. ആ ക്ലോക്കിൽ 24 hours കാണിക്കും. അതായത് 1 തൊട്ടിട്ട് 24 വരെയും ആ ക്ലോക്കിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ആദ്യം അത് മനസ്സിലായില്ല, പിന്നീടാണ് കേട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ നമ്മളത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നമ്മൾ പോകുന്നത് ഈ ഊബർ ബോട്ടിലേക്കാണ് കേട്ടോ. നല്ല അടിപൊളി യാത്രയായിരുന്നു തേംസ് റിവറിലൂടെയുള്ള ഈ ഊബർ ബോട്ട് യാത്ര. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഊബർ ബോട്ട് കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഹാരോന്ന് നമ്മൾ ട്രെയിൻ കയറി. മെട്രോയിലാണ് കയറിയത്. അങ്ങനെ മെട്രോയിൽ ട്രെയിൻ കയറി ഇങ്ങനെ യാത്ര ചെയ്യാനുണ്ട്. ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ആൻറ്റോന് സീറ്റ് കിട്ടിയില്ല, ആൻറ്റോ നിൽക്കുമായിരുന്നു. എനിക്കും ആദ്യം സീറ്റ് കിട്ടിയില്ല, അത് പറഞ്ഞിട്ട് കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ ബേക്കർ സ്ട്രീറ്റിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ട്രെയിൻ കയറി. അതാണ് ഇനി റിവർ സൈഡിലേക്ക് പോകുന്നത് കേട്ടോ. അതും നല്ല തിരക്കായിരുന്നു. പക്ഷേ നമ്മൾ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ട്രെയിൻ നല്ല കാലിയായി. അങ്ങനെ നമ്മൾ ട്രെയിനിൽ ഫ്രീ ആയി നല്ല ഹാപ്പി ആയിട്ട് ട്രെയിനിലൊക്കെ ഇരുന്ന് പോകാനുണ്ട്. അപ്പോഴാണ് കുറേ സ്ഥലങ്ങൾ കണ്ടത്. അത് ഈസ്റ്റ് ഹാമൊക്കെ ഇവിടെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ റിവർ സൈഡിൽ ലാസ്റ്റ് സ്റ്റോപ്പ് അങ്ങോട്ടാന്ന് തോന്നുന്നു ഇത് ട്രെയിനിൻ്റെ. നമ്മൾ ബാർക്കിംഗ് റിവർ സൈഡിൽ ഇറങ്ങിയിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടോ. നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനായിരുന്നു. പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. അവിടെ വാഷ്റൂം ഫെസിലിറ്റീസും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ വെയിലത്ത്, നട്ടപ്പാതിര വെയിലായിരുന്നു കേട്ടോ. ഈ വെയിലത്ത് നമ്മൾ ഈ ഊബർ ബോട്ടിലേക്ക് പോവാണ്. മരത്തോണ്ടുള്ള പലകയായിരുന്നു കേട്ടോ ഈ പാലത്തിനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ പാലത്ത് കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് ഈ പാലം. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടന്നു. അവിടെ എത്തി ബാർക്കിംഗ് റിവർ സൈഡിൽ നിന്നുള്ള ഈ ഊബർ ബോട്ടിൻ്റെ സ്റ്റേഷനെത്തി. അവിടെ നിന്ന് ഇങ്ങനെ ഒരുപാട് ഊബർ ബോട്ട്സുകൾ ഇങ്ങനെ ഓരോ ടൈം അനുസരിച്ചിട്ട് വരും. അവിടെ ഇങ്ങനെ ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് വെയിറ്റിംഗ് ഏരിയ. അങ്ങനെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ കുറേ ബോട്ട്സ് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യമായിട്ട് ബോട്ടിൽ കയറേണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്.
അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോട്ട് വന്നു. ഈ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അതിങ്ങനെ മൂവ് ചെയ്യും കേട്ടോ, വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. അങ്ങനെ ഈ തേംസ് ക്ലിപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഊബർ ബോട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് വന്നത്. 600 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ബോട്ടായിരുന്നു അത്. അങ്ങനെ നമ്മൾ ആ ബോട്ടിലേക്ക് കയറുകയാണ്. നമ്മൾ ടിക്കറ്റ് എല്ലാം ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഉള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇൻ കേസ് നിങ്ങൾ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ കാർഡ് ടാപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ കാർഡ് ടാപ്പ് ചെയ്തിട്ടും കയറാം. അപ്പോൾ അതിൻ്റെ പൈസ അവർ പിടിക്കും നമ്മുടെ കാർഡിൽ നിന്ന്. ഈ ബോട്ടിൽ കയറുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ ഇറങ്ങുമ്പോൾ ഒരു കോണി പോലത്തെ സംഭവം വരില്ലേ, അതുപോലത്തെ ഒരു ബ്രിഡ്ജ് പോലെ ഇങ്ങനെ വരും കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നാട്ടിലൊക്കെ ആണെങ്കിൽ വഞ്ചിയിൽ കയറുമ്പോൾ നമ്മൾ ചാടിയിട്ടും തുഴഞ്ഞിട്ടൊക്കെ കയറണം. അതെനിക്ക് ഭയങ്കര പേടി. ഇതും ഞാൻ അങ്ങനെയാവുമെന്നാണ് കരുതിയത്. എന്തായാലും ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് കയറി. അവിടെ ബ്രിട്ടൻ്റെ ഫ്ലാഗൊക്കെ പുറത്തുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കയറിയപ്പോൾ അധികം ആൾക്കാരില്ല, തിരക്ക് തീരെ കുറവായിരുന്നു. അപ്പോൾ ഫുൾ സീറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റിയ പാകത്തിലുള്ളൊരു സീറ്റ് നോക്കി പോവാണ്. അപ്പം മിഡിലാണെങ്കിൽ 2 സൈഡിലേക്കും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മുഖം നോക്കിയിരിക്കുന്ന പോലത്തെ ഒരു സീറ്റ് കണ്ടു. അപ്പോൾ എൻ്റെ അതേ വേഗം പോയിട്ട് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയി നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഇത് ഒരു എന്താ പറയുക, നമുക്ക് റെസ്റ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റിയ പാകത്തിലാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കഫേയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പാട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കഫേയിലാണെങ്കിൽ നമുക്ക് ചായ അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ നമുക്കിപ്പോൾ അത്ര അത്യാവശ്യമില്ല, നമുക്ക് അങ്ങനെ വിശക്കുകയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കയ്യിൽ തന്നെ അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഊബർ ബോട്ട് യാത്ര ആരംഭിച്ചു കേട്ടോ. നമ്മൾ ഈ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പല സ്റ്റോപ്പുകളിൽ ഈ ബോട്ട് നിർത്തുന്നുണ്ട് കേട്ടോ. അവിടെ നോക്കിയും ആൾക്കാർ കയറുന്നുണ്ട്. നമ്മൾ ഈ ട്രെയിൻ നിർത്തുന്ന പോലെ തന്നെ പല സ്റ്റോപ്പുകൾ ഇതിനുണ്ടെന്ന് അപ്പോഴാണോ മനസ്സിലായത്. അങ്ങനെ ആ സ്റ്റോപ്പിൽ നിന്നൊക്കെ ആൾക്കാർ കയറി. ഞങ്ങൾ ശരിക്കും ഇറങ്ങുന്ന സ്ഥലമായപ്പോഴേക്കും ഫുള്ളായിട്ടോ, ഈ ഒരു ബോട്ട് ഫുള്ള് ആൾക്കാരായിരുന്നു. പിന്നെ അതേ അപ്പുറത്ത് കൂടെ നമുക്ക് വേറെ ബോട്ടുകൾ കാണാൻ പറ്റും. അങ്ങനെ ആൾക്കാർ അതിൽ കയറണത് ഇറങ്ങണതൊക്കെ കാണാം. അങ്ങനെ നമ്മൾ ഈ തേംസ് റിവറിലൂടെ ഈ ലണ്ടൻ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട കേബിൾ കാറ്. ഈ ബോട്ടിലൂടെ പോകുമ്പോൾ ഈ കേബിൾ കാറിൻ്റെ അടിക്കോടി നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ കേബിൾ കാറിൽ ശരിക്കും യാത്ര ചെയ്തത്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. അങ്ങനെ നമ്മൾ ഇറങ്ങാനുള്ള സ്ഥലം എത്താറായി. ഈ ഒരു സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ ഈ ബോട്ടിൽ കയറാനായിട്ട്. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ട് നമ്മൾ ലൈനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങോട്ടെത്തി. നമ്മൾ നേരത്തെ കണ്ട ആ സർക്കസിൻ്റെ ഫോട്ടോ ബൂത്തിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ പോയതാണ് കേട്ടോ ഈ ട്രെയിൻ ഉണ്ടല്ലോ, ഡോക്ലാൻഡ്സ് റെയിലിൻ്റെ ട്രെയിനാണ്. ഈ ട്രെയിനിനകത്ത് ഡ്രൈവർ ഇല്ല, തന്നെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും കേട്ടോ അത്. പക്ഷെ ഒരു ഓപ്പറേറ്റർ ഇരിക്കുന്നുണ്ട്. ഓപ്പറേറ്റർ ഈ ട്രെയിനിൽ ഇപ്പോൾ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും അതുപോലെ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോൾ ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാനൊക്കെയാണ് അയാൾ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ശരിക്കും ഈ ട്രെയിൻ ഇങ്ങനെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. പുതിയതൊന്നും അല്ല കേട്ടോ, 1987 തൊട്ടിട്ട് തന്നെ ഈ ട്രെയിൻ അവിടെ ഓടുന്നുണ്ട് ലണ്ടനിൽ. ഇനി പുതിയ സ്ഥലത്തേക്കൊക്കെ അത് വ്യാപിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഇത്ര. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങി നമ്മളൊരു ഹെക്റ്റിക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള യാത്രയായിരുന്നു. എനിവേ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ ബേക്കർ സ്ട്രീറ്റ് വഴി തിരിച്ച് മെട്രോ കിട്ടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.